ഇനിഷ്യൽ സെഷൻസ് ക്ലയൻസിന് വർക്ക് ആയാൽ മാത്രമേ അവർ ഫോളോ അപ്സിന് വരുള്ളൂ. ആൻഡ് ഈ ഇനിഷ്യൽ സെഷൻസ് വർക്ക് ആയോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് റാപ്പോ ബിൽഡിംഗ്. എങ്ങനെയാണ് ക്ലയൻസുമായിട്ട് കൃത്യമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടതെന്നും അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ഒന്നാമത്തേതാണ് വാം വെൽക്കം. ക്ലയൻറ്റ് നമ്മളെ ആദ്യമായിട്ട് കാണുന്ന മൊമെൻറ്റിൽ അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് നമ്മളെ കേൾക്കുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മളെ പറ്റിയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ അവരിൽ ഡെവലപ്പ് ആവും, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. സോ അവരെ ഒരു വാം സ്മൈലോട് കൂടി ഗ്രീറ്റ് ചെയ്യുക, ഓപ്പൺ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻസ് ഓൺലൈൻ ആണെങ്കിൽ മെയിൻറ്റെയിൻ എ ടൈഡി ആൻഡ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്മോൾ ടോക്സ്. ഇത് എത്ര യൂസ് ചെയ്യണം, എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ ക്ലയൻറ്റിൻ്റെ ഡീപ്പർ ഇഷ്യൂസിലേക്ക് കടക്കുന്നതിന് പകരം കോൺവെർസേഷൻ ഒന്ന് ലൈറ്റ് ആക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഈസി ആക്കുക. അതായത് എങ്ങനെയാണ് വന്നേ, എന്ത് ഫുഡാണ് എന്ന് കഴിച്ചേ എന്നുള്ളതൊക്കെ സംസാരിക്കുന്നത് വഴി ക്ലയൻറ്റ്സ് ഇനിഷ്യലി നമ്മുടെ അടുത്തൊന്ന് കംഫർട്ടബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഈ കോൺവെർസേഷൻസ് എപ്പോഴും കുറച്ച് ഷോർട്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ഇതിൽ നിന്ന് നമുക്ക് അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്ന് റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. സോ ഈ ഇനിഷ്യൽ കോൺവെർസേഷനിൽ നിന്ന് അവരുടെ ആ ഒരു ഡീപ്പർ ഇഷ്യൂസിലേക്കുള്ള ട്രാൻസിഷൻ എപ്പോഴും നാച്ചുറൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഈ ടൈമും എഫേർട്ടും എടുത്ത് ഇവിടെ വന്നതിൽ ഞാൻ ഹാപ്പിയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തെറപ്പി എടുക്കണം എന്ന് തോന്നാൻ കാരണം. ഈ രീതിയിൽ നമ്മൾ ട്രാൻസിഷൻ കൊണ്ടുപോയാൽ ക്ലയൻസിന് അത് ഈസി ആവും. അടുത്തതാണ് നെയിം ആൻഡ് പ്രോണൗൺ യൂസ്. ക്ലയൻസിനെ ഇൻക്ലൂഡഡ് ആയിട്ട് ഫീൽ ചെയ്യാനും നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഫീൽ ചെയ്യാനും സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ എങ്ങനെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുള്ളത്. ആൻഡ് നമുക്ക് ഡെയിലി 3 to 4 അല്ലെങ്കിൽ 4 to 5 ക്ലയൻസ് ഉണ്ടാവും. സോ നമ്മളിത് മറന്നു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മറന്നു പോകാണ്ടിരിക്കാൻ കൃത്യമായിട്ട് അത് നമ്മൾ നോട്ടിൽ റെക്കോർഡ് ചെയ്യുക. ആൻഡ് വൺസ് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയെങ്കിൽ അപ്പോൾ തന്നെ അപ്പോളജൈസ് ചെയ്തിട്ട് നമ്മളതിൽ മൂവ് ഓൺ ചെയ്യുക. അടുത്തതാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ബൗണ്ടറി. സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ക്ലയൻറ്റ്സ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും സേഫ് ആയിരിക്കുമെന്നും ഇത് നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ള ഒരു അഷ്വറൻസ് നമ്മൾ ക്ലയൻറ്റ്സിന് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവർക്ക് പലപ്പോഴും ഷെയർ ചെയ്യാനുണ്ടാവുക അവർക്ക് അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. സോ അത് അവർക്ക് സേഫായിട്ട് പറയാൻ തോന്നണം എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കോൺഫിഡൻഷ്യൽ ആണ് എന്നുള്ളൊരു അഷ്വറൻസ് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കണം. ആൻഡ് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലാംഗ്വേജ് ഭയങ്കര സിമ്പിൾ ആയിരിക്കണം. ബിക്കോസ് അത് കൃത്യമായിട്ട് ക്ലയൻസിന് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതും നമ്മുടെ ഡ്യൂട്ടിയാണ്. അടുത്തതാണ് ക്യൂരിയോസിറ്റി ഓവർ അസംഷൻ. നമ്മൾ തന്നെ ഓരോന്ന് അസ്യൂം ചെയ്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുന്നതിന് പകരം ക്ലയൻസിൻ്റെ അടുത്ത് എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, ഇപ്പം നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ ചോദിക്കേണ്ട ചോദ്യം. ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? വാട്ട് ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മോർ ദാൻ വൈ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വാട്ട് ആൻഡ് ഹൗ ക്വസ്റ്റ്യൻസിന് കൊടുക്കാൻ നോക്കുക. നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബയസ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രീഡിസ്പൊസിഷൻ വെച്ചുകൊണ്ടാണോ ഇരിക്കുന്നത് എന്നുള്ളതിൽ ഉറപ്പുവരുത്തുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അവരുടെ തന്നെ വേർഡ്സ് നോട്ടീസ് ചെയ്യാനും അവരുടെ വെർബാറ്റം യൂസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. അന്ന് ഈ ടേം ആയിരുന്നല്ലോ യൂസ് ചെയ്തത്, അന്ന് നിങ്ങളുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ ഈ ടേം ആയിരുന്നല്ലോ യൂസ് ചെയ്തത്, ഇന്നും ഇങ്ങനെ തന്നെയാണോ തോന്നുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അടുത്തതാണ് നോട്ടീസിങ് ആൻഡ് പേസിങ് ഇമോഷണൽ ക്യൂസ്. അതായത് ക്ലയൻസിൻ്റെ ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്യുക, അവരുടെ ടോണിനെ ഒന്ന് നോട്ടീസ് ചെയ്യുക, അവരേത് എനർജി ലെവലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോട്ടീസ് ചെയ്യുക. ആൻഡ് നമ്മുടെ അപ്രോച്ച് അതിനനുസരിച്ച് നമ്മൾ മോൾഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ക്ലയൻറ്റ് കുറച്ച് ആങ്ഷ്യസ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ സൗണ്ട് ഒന്ന് ജെൻറ്റിലാക്കി ആ രീതിയിൽ അവരോട് അപ്രോച്ച് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനും ബോഡി ലാംഗ്വേജിനും നോൺ വെർബൽ ക്യൂസിനും അറ്റൻഷൻ കൊടുക്കണം. അവർക്ക് കാര്യങ്ങൾ ഓവർവെൽമിങ് ആവുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് അതൊന്ന് പോസ് ചെയ്യാൻ നോക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഈ സിറ്റുവേഷൻ, അതായത് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ഓവർവെൽമിങ് ആവുന്നുണ്ട്, നിങ്ങളെ കുറച്ച് ആങ്ഷ്യസ് ആക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണോ? ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, റാപ്പോ എന്ന് വെച്ചാൽ സേഫ്റ്റിയാണ്. അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ പെർഫോമൻസിനോ നമ്മുടെ നോളജ് കാണിക്കാനോ ഒന്നും ആയിരിക്കരുത്, നമ്മുടെ പ്രസൻസ് കൊണ്ടായിരിക്കണം നമ്മൾ അവിടെ റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത്.
സോ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആൻഡ് തോട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക.